ആണ്. കഴിഞ്ഞ രണ്ട് എക്സാമിന് അല്ലേ, ഇപ്പോൾ നടന്ന കഴിഞ്ഞ രണ്ട് എക്സാമിനും 6ാം ക്ലാസ്സിലെ സയൻസിൽ നിന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പഴയ SCERTയും കൂടെ ചെയ്യുകയാണ്. കാരണം അതിൽ നിന്നും നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. പുതിയ SCERTയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, പഴയ SCERTകളിൽ നിന്നും നന്നായിട്ട് ചോദിക്കുന്നുണ്ട്. പുതിയ SCERT ആണല്ലേ കുറച്ചുകൂടി പരിചയക്കുറവ്, അത് കാരണം പുതിയ SCERT ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ SCERT ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ എക്സാമിൻ്റെയൊക്കെ ആൻസറൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ചാപ്റ്ററിൽ എന്താണ് പറയുന്നതെന്ന്. ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ജീവൻ്റെ ചെപ്പുകൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ജീവൻ്റെ ചെപ്പുകൾ എന്നാണ് കേട്ടോ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആദ്യം തന്നെ പറയുന്നുണ്ടല്ലേ, ചെറിയൊരു പ്രാണി കടിച്ച വേദന ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് എന്തായിരിക്കും കാരണം? ഉറുമ്പ് ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടല്ലേ, നമുക്കറിയാലോ. ഉറുമ്പ് ആസിഡ് എന്താണ്? ഫോർമിക് ആസിഡ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കാരണമാണ് വേദന വരുന്നത്. നമുക്ക് നോക്കാം, അതൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇനി ഉറുമ്പിലും ചെറുതോ വൈവിധ്യമാർന്ന എന്തെല്ലാം സസ്യങ്ങളും ജന്തുക്കളാണ് നമുക്ക് ചുറ്റുള്ളത്. ചിലത് വലിപ്പമുള്ളതുണ്ടാവും, ചെറുതുണ്ടാവും, വിവിധ നിറങ്ങളിലുള്ളതുണ്ടാവും. 6ാം ക്ലാസ്സിലെ പിള്ളേർക്ക് വേണ്ടിയിട്ട് അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തേക്കുണ്ടോ. അപ്പോൾ എത്രയും ചെറുത്. അപ്പോൾ നമുക്ക് ചെറിയ ജീവികളും എന്തുണ്ട്, നമ്മൾക്ക് കോശത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത്. ഉറുമ്പിനേക്കാളും ചെറിയ ജീവികളുണ്ട് അതുപോലെ നമുക്ക് പറഞ്ഞു വരുന്നത്. മൈക്രോസ്കോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയില്ലേ. മൈക്രോസ്കോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? നഗ്നനേത്രം കൊണ്ട് സാധിക്കാൻ കഴിയാത്ത സൂക്ഷ്മജീവികളെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ എങ്ങനെയാണ് കാണാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, ഇപ്പോൾ അമീബ, പാരമീസിയം, യൂഗ്ലീന എന്ന് പറയുന്ന ജീവികളൊക്കെ ഉണ്ടല്ലോ അല്ലേ. വൈറസ്, ബാക്ടീരിയയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ, 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സൂക്ഷ്മജീവികളാണ്. ഇങ്ങനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളെയാണ് സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സൂക്ഷ്മജീവികൾ? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളെയാണ് സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് അമീബ, പാരമീസിയം, യൂഗ്ലീന എന്നിവയൊക്കെ എന്താണ്? അതിന് എക്സാമ്പിളാണ്. ഇനി ജീവൻ്റെ നിർമ്മിതി, ഇനിയാണ് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകുന്നത്. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറുഘടകങ്ങൾ ചേർന്നാണ് ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു കുഞ്ഞുറുമ്പിൻ്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറുഘടകങ്ങളാൽ നിർമ്മിതമാണ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറുഘടകങ്ങളെയാണ് കോശങ്ങൾ അല്ലെങ്കിൽ സെൽസ് എന്ന് പറയുന്നത്. ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറുഘടകങ്ങളെയാണ് കോശങ്ങൾ അല്ലെങ്കിൽ സെൽസ് എന്ന് പറയുന്നത്. ഒരു കോശം മാത്രമുള്ള ജീവികളുണ്ട്, ഇവയാണ് ഏകകോശ ജീവികൾ. ഇവയാണ് ഏകകോശ ജീവികൾ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത്. എന്താണ്? ഒരു കോശം മാത്രമുള്ള ജീവികളെയാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ലെങ്കിൽ ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറുഘടകങ്ങൾ കൊണ്ട് ചേർന്നിട്ടാണ്. ഇങ്ങനെ ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറുഘടകങ്ങളെയാണ് കോശങ്ങൾ അല്ലെങ്കിൽ സെൽസ് എന്ന് പറയുന്നത്. ഒരു കോശം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് ഏകകോശ ജീവികൾ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്? അമീബ, പാരമീസിയം എന്നിവയൊക്കെ എന്താണ്? ഏകകോശ ജീവികളാണ് അല്ലേ. അമീബ, പാരമീസിയം, യൂഗ്ലീന, ബാക്ടീരിയ എന്നിവയൊക്കെ ഏകകോശ ജീവികളാണ്. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളെയാണ് ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ബഹുകോശ ജീവികൾക്ക് എക്സാമ്പിൾ? ജന്തുക്കളും സസ്യങ്ങളൊക്കെ ബഹുകോശ ജീവികളാണ്. ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളെയാണ് എന്ന് പറയുന്നത് ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയല്ലോ, ഏകകോശ ജീവികളുണ്ട്, ബഹുകോശ ജീവികളുണ്ട്. ഏകകോശ ജീവികൾ എന്ന് വെച്ചാൽ ഒരു കോശം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിന് എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? അമീബ, പാരമീസിയം, യൂഗ്ലീന, ബാക്ടീരിയ എന്നിവയൊക്കെ ഏകകോശ ജീവികളാണ്. ഇനി ബഹുകോശ ജീവികൾ എന്ന് വെച്ചാൽ എന്താണ്? ആ പേരിലുള്ള പോലെ തന്നെ ബഹു ആണല്ലേ, ഒന്നിലധികം കോശങ്ങൾ ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിളാണ് സസ്യങ്ങളും ജീവികളൊക്കെ. ഇനി കവിള് നമ്മൾ +1 +2 ഇങ്ങനെ ഉണ്ടായിരിക്കും അല്ലേ, സുവോളജി ലാബിലൊക്കെ ചെയ്യാവുന്ന ചെറിയ അതുപോലെ തന്നെ ചെറിയ ക്ലാസ്സുകളിലും ചെയ്യാനുണ്ടായിരിക്കും. ഇതുപോലെ കവിളിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുകൊണ്ട് എടുത്തിട്ട് വിരലോടൊക്കെ എടുത്തിട്ട് ചീക്കിന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് മൈക്രോസ്കോപ്പിലിട്ട് നോക്കാനായിട്ട്. അപ്പോൾ അതുണ്ട് അവിടെ പറയുന്നത്. ഇനി എത്ര കോശങ്ങൾ? മനുഷ്യ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കോടി കോശങ്ങളുണ്ട് എത്രയാണ്. അപ്പോൾ ഒരു ആനയുടെ ശരീരത്തിൽ എത്രമാത്രം കോശങ്ങൾ ഉണ്ടായിരിക്കുന്ന അത്ഭുതത്തോടു കൂടെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, മനുഷ്യ ശരീരത്തിൽ എത്ര തരം കോശങ്ങളുണ്ട്? പലതരം കോശങ്ങളുണ്ട്. എത്ര തരം ഉണ്ടായിരിക്കും? പേശീകോശം, നാഡീകോശമൊക്കെ എന്താണ്? മനുഷ്യ ശരീരത്തിലെ പലതരം കോശങ്ങളാണല്ലേ. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇനി കോശത്തിനുള്ളിൽ ബഹുകോശ ജീവികളിലും ഇതുപോലെ എന്തുണ്ടായിരിക്കും, പലതരം കോശങ്ങൾ ഉണ്ടായിരിക്കും. ഇനി കോശത്തിനുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ് ഇനി നമ്മൾ പറയുന്നത്. എല്ലാ കോശങ്ങളിലെയും പൊതുവായ ചില ഘടകങ്ങളുണ്ട്. ജന്തുകോശത്തിൽ എന്താണുള്ളത് നോക്കിയേ, ജന്തുകോശം നൽകിയിട്ടുണ്ട് അല്ലേ, ഇവിടെ പിക്ചറിൽ ജന്തുകോശം നൽകിയിട്ടുണ്ട്. ഈ ജന്തുകോശത്തിൽ നമുക്ക് ഈ പുറമേ കാണുന്ന ഭാഗത്തെയാണെന്ന് പറയുന്നത് കോശസ്തരം എന്ന് പറയുന്നത്. കോശസ്തരം എന്ന് വെച്ചാൽ പുറമേ കാണുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ ഇതിനുള്ളിൽ കാണുന്ന ഭാഗമില്ലേ, അതിനെയാണെന്ന് പറയുന്നത് കോശദ്രവ്യം എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ കാണുന്ന പോർഷൻസിനെ കോശദ്രവ്യം എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിനുള്ളിൽ നോക്കിയ ഒരു വട്ടത്തിലൊരു സംഭവം ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ, എന്താണ് ആ ന്യൂക്ലിയസ് എന്ന് പറയുന്നതിൽ മർമ്മം എന്ന് പറയും. മർമ്മം എന്ന് പറയും. മനസ്സിലായല്ലോ? ഇതാണ് ജന്തുകോശം എന്ന് പറയുന്നത്. അപ്പോൾ ജന്തുകോശത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ഒരു കോശഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു, മർമ്മം, കോശദ്രവ്യം, കോശസ്തരം എന്നിവ ചില പ്രധാന കോശഭാഗങ്ങളാണ്. കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം, നമുക്കറിയാലോ. കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം. കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം. കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം. സ്തരം എന്ന് വെച്ചാൽ ആവരണം കേട്ടോ. കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യപദാർത്ഥമാണ് കോശദ്രവ്യം. കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യപദാർത്ഥമാണ് കോശദ്രവ്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നോക്കിയേ, ഇവിടെ കോശഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. വെളുത്ത രക്തകോശം, കവളിലെ കോശമൊക്കെ നമ്മൾ നേരത്തെ എടുത്തു അല്ലേ, അത് പറയുന്നുണ്ട്. അപ്പം ജന്തുകോശം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി എന്താണ് സസ്യശരീരം എന്ന് പറയുന്നത്? സസ്യശരീരത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സസ്യകോശങ്ങളിലും വൈവിധ്യങ്ങളുണ്ട്. തന്നിരിക്കുന്ന ചിത്രത്തിൽ കാവൽ കോശങ്ങളോടൊപ്പം എറിയും കോശങ്ങൾ കാണുന്നില്ലേ. നോക്കിയേ, ഉള്ളിത്തൊലിയിലെ കോശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാവൽ കോശങ്ങൾ എന്ന് പറയുന്ന 2 കോശം നൽകിയിട്ടുണ്ട് അല്ലേ. തന്നിരിക്കുന്ന ചിത്രം കാവൽ കോശങ്ങൾ, ഇലയിലെ മറ്റു കോശങ്ങൾ, ഉള്ളിത്തൊലിയിലെ കോശങ്ങൾ എന്നിവയൊക്കെ സെയിം ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെയാണ് വരുന്നത് രണ്ടും കൂടിയിട്ടുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ജന്തുകോശവും അതുപോലെ തന്നെ സസ്യകോശവും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ജന്തുകോശത്തിലും സസ്യകോശത്തിലും എന്ത് സെയിം ആണ്? മർമ്മം ഉണ്ട് അല്ലേ. ഇതാണ് ജന്തുകോശം എന്ന് പറയുന്നത്, ഇതാണ് സസ്യകോശം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടിലും എന്തുണ്ട്? മർമ്മം ഉണ്ട് അല്ലേ. നമുക്ക് നോക്കിയേ, ഒരു റൗണ്ടിൽ നമുക്ക് കാണുന്നുണ്ട് മർമ്മം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോക്കിയേ, രണ്ടെണ്ണത്തിലും ഉള്ളിൽ സംഭവം നിറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ. ഇതിനുള്ളിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്, ഇതിനുള്ളിൽ നിറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മൾ എന്താണെന്ന് പറഞ്ഞു? കോശദ്രവ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ കോശദ്രവ്യം എന്ന് പറയുന്നത് രണ്ടിലും ഉണ്ടെന്ന് പറഞ്ഞു, മർമ്മം ഉണ്ടെന്നും പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് നോക്കിയേ, കോശസ്തരം നോക്കിയാൽ ഇതിനും ഒരു ആവരണം ഉണ്ട്. അതുപോലെ തന്നെ ഇതിനും ഒരു ആവരണം ഉണ്ട് അല്ലേ. സസ്യകോശത്തിനും ഒരു ആവരണം ഉണ്ട്. അപ്പോൾ അതിനെന്തെന്ന് പറഞ്ഞു? കോശസ്തരം ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയാണ് നമുക്ക് ആവശ്യമുള്ളത് ഹരിതകം എന്ന് പറയുന്ന പേരിലുണ്ട്. ഹരിതകം എന്ന് പറയുന്ന സസ്യങ്ങളിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് സസ്യകോശത്തിൽ എന്തുണ്ട്? ഹരിതകമുണ്ട്. ജന്തുകോശത്തിൽ ഉണ്ടാവുക ഇല്ല. നെക്സ്റ്റ് കോശഭിത്തി. കോശഭിത്തി എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? സസ്യകോശത്തിലാണുള്ളത്. സസ്യകോശത്തിൽ കോശഭിത്തി ഉണ്ട്. അപ്പോൾ കോശഭിത്തിയും അതുപോലെ തന്നെ കോശഭിത്തിയും പിന്നെ നമ്മൾ പറഞ്ഞു ഹരിതകവും. പിന്നെ എന്താണുള്ളത്? ഫാനം. ഫാനം രണ്ടിലുണ്ട് കേട്ടോ. ഫാൻ എന്ന് പറയുന്നത് രണ്ടിലുണ്ട്, ഫാൻ എന്ന് പറയുന്നത് രണ്ടിലുണ്ട്. അപ്പോൾ ഫാൻ എന്ന് പറയുന്നത് നോക്കി രണ്ടെണ്ണത്തിലും എന്തുണ്ടെന്ന് പറയുന്നുണ്ട്? ഫാൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു കുഞ്ഞ് റൗണ്ട് ആകൃതിയിൽ. അപ്പോൾ ഫാൻ എന്ന് പറയുന്നത് ജന്തുകോശത്തിലും സസ്യകോശത്തിലുണ്ട്. അപ്പോൾ സസ്യകോശത്തിൽ മാത്രമുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഹരിതകവും അതുപോലെ തന്നെ കോശഭിത്തിയും. ഹരിതകവും കോശഭിത്തിയും. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ചോദിക്കുന്നുണ്ട് മർമ്മം കോശഭാഗങ്ങളൊക്കെ നോക്കാനായിട്ട്. നോക്കിയേ, മർമ്മം എന്ന് പറയുന്നത് ജന്തുകോശത്തിലുണ്ട്, സസ്യകോശത്തിലുണ്ട്. കോശഭിത്തിയോ, ഭിത്തി കോശസ്തരമല്ല ചോദിക്കുന്നത്, കോശഭിത്തിയോ സസ്യകോശത്തിൽ മാത്രമേ ഉള്ളൂ. കോശസ്തരമാണെന്നുണ്ടെങ്കിൽ രണ്ടിലുണ്ട് അല്ലേ. കോശസ്തരമാണെങ്കിൽ രണ്ടിലുണ്ട്. അതുപോലെ തന്നെ ഫാനമാണെങ്കിലോ ഫാനും രണ്ടിലുണ്ട്. ഹരിതകം സസ്യകോശത്തിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇവിടെ പറയാത്തതായിരുന്നു മർമ്മം നമ്മൾ പറഞ്ഞു, കോശഭിത്തി പറഞ്ഞു, കോശസ്തരം, കോശദ്രവ്യം അല്ലേ. കോശദ്രവ്യം എന്ന് പറയുന്നത് രണ്ടിലുമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.